മോളാണെന്ന് പറയരുത്, അടുത്ത വീട്ടിലെ കുട്ടിയെന്ന് വേണം പറയാനെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയോട്ടെ, അങ്ങനെ എന്നെ പറയാന്ന് പറഞ്ഞു. ഡോക്ടർക്ക് അറിയാം മോളാണെന്ന്. എന്നെ ഇട്ട് ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ ഫോണ് വിളിച്ചില്ല. അവള് പറഞ്ഞു ഇനി എന്റെ നമ്പർ മാറ്റും, എന്നെ വിളിക്കരുത്, ഞാൻ നിങ്ങളായിട്ടുള്ള എല്ലാ ബന്ധവും തീർന്നെന്ന് പറഞ്ഞു. സ്വന്തം മോളാ. അതെ. അവൾക്ക് ഇഷ്ടമുള്ള ഒരു മുസ്ലിം പയ്യനെ കെട്ടി, ഒരു കുട്ടിയായി. ഇപ്പൊ അവനെ ഉപേക്ഷിച്ച് ഇപ്പൊ അവളെ ഇഷ്ടത്തിന് അവള് ജീവിക്കുന്നു. അവക്ക് മൂന്നാറിലെ ഹോട്ടൽ ഫീൽഡിൽ തന്നെ ജോലി. അവള് അവിടെ നിന്നാണ് വന്നെന്നാണ് പറഞ്ഞത്. എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഒന്നും അറിയില്ല. പ്രേക്ഷകരെ, ഒരു അമ്മയോട് മകൾ കാണിച്ച വലിയൊരു ക്രൂരത നിറഞ്ഞ ഒരു വാർത്തയാണ് ഇന്ന് ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 6 മണിയോടുകൂടി കൊല്ലം ജില്ലാ ആശുപത്രിയിൽ മകൾ അമ്മയെ കൊണ്ടുവന്ന് ഉപേക്ഷിച്ച ശേഷം മുങ്ങിയ ഒരു വാർത്ത. ആ അമ്മയെ അവിടെ കൊണ്ടുവരുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്ന് വലിയ രീതിയിൽ ദുർഗന്ധം വമിക്കുകയും അത് അവരുടെ ശരീരത്തിൽ നിന്ന് പുഴു എടുക്കുന്ന അവസ്ഥയിലുമായിരുന്നു. ആ ഒരു അവസ്ഥയിലാണ് ആ ഒരു അമ്മയെ മകള് ആ ആശുപത്രിയിൽ കൊണ്ടുവന്ന് ഉപേക്ഷിച്ചിട്ട് പോയത്. തുടർന്ന് അവിടുത്തെ പോലീസും അതുപോലെ തന്നെ ഡോക്ടർമാരും ഒക്കെ ഈ അമ്മയോട് കാര്യങ്ങൾ ചോദിച്ചപ്പോഴാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. അവർക്ക് 38 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. പക്ഷെ അവരെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു 50 വയസ്സിന് മുകളിൽ പ്രായം തോന്നിക്കും. ആ ഒരു അവസ്ഥയിലേക്ക് അവരെ എത്തിച്ചതാണ് ഈ മകളെന്നാണ് അവർ പറയുന്നത്. മാത്രമല്ല അവര് മൈസൂര് ഉള്ള ഒരു താജ് ഹോട്ടലിലെ ഷെഫായിട്ട് ജോലി നോക്കുന്ന ഒരു സ്ത്രീയായിരുന്നു. ഇനിയും 16 വർഷത്തോളം അവിടെ ജോലി നോക്കാൻ അവർക്കുണ്ട്. എന്നിരുന്നാലും അവർക്ക് സ്പൈനൽ കോഡിലുണ്ടായ ഒരു പ്രശ്നം കാരണം ഒരു ശസ്ത്രക്രിയ ആവശ്യമായി വന്നു. അതിനുശേഷം ഈ മകൾ എത്തി ഈ അമ്മയെ മൈസൂരിൽ നിന്നും കൊല്ലത്തെ മകൾ താമസിക്കുന്ന വീട്ടിലേക്ക് കൊണ്ടുവരികയും പിന്നീട് ചികിത്സ നൽകാതെയും അതുപോലെ തന്നെ പട്ടിണിക്കിട്ടും അവരെ ഈ അവസ്ഥയിലാക്കിയിരുന്നു എന്നാണ് അവർ പറയുന്നത്. തുടർന്ന് ആ വീട്ടിലെയും അതുപോലെ തന്നെ സമീപത്തെ ആളുകളും ഒക്കെ ചേർന്നവരെ ആശുപത്രിയിൽ എത്തിക്കണമെന്ന് പറഞ്ഞതിന്റെ പേരിൽ ഈ മകള് ഈ അമ്മയെ കൊല്ലം ജില്ലാ ആശുപത്രിയിൽ കൊണ്ടുവന്ന് എത്തിച്ച ശേഷം അവിടെ നിന്നും തടി തപ്പുകയായിരുന്നു ഉണ്ടായിരുന്നത്. ഏതായാലും പിന്നീട് പോലീസും അതുപോലെ തന്നെ ജീവകാരുണ്യ പ്രവർത്തകരും അതുപോലെ ആശുപത്രി അധികൃതരും ഒക്കെ ഇടപെട്ട് ഈ അമ്മയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുകയായിരുന്നു. ആ സമയത്ത് പോലും അവർ പറഞ്ഞിരുന്നത് കുറച്ച് ആഹാരം വേണമെന്നായിരുന്നു. അങ്ങനെ ഏതായാലും ജീവകാരുണ്യ പ്രവർത്തകനായ ശക്തികുളങ്ങര ഗണേശ് അവർക്ക് ഭക്ഷണം വാങ്ങി കൊണ്ടുവന്ന് കൊടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ സമയത്ത് അവർക്ക് ഭക്ഷണം എടുത്ത് സ്വന്തമായിട്ട് കഴിക്കാൻ പോലും കഴിയുന്നില്ല. ഒടുവിൽ ആ ജീവകാരുണ്യ പ്രവർത്തകൻ അവർക്ക് ഭക്ഷണം വാങ്ങി വായിലേക്ക് വച്ചു കൊടുക്കേണ്ട അവസ്ഥ പോലും ഉണ്ടായിരുന്നു. ഏതായാലും നിങ്ങൾ മാക്സിമം ഒന്ന് ആളുകളിലേക്ക് എത്തിക്കണം. ഇത് ഒരു ക്രൂരത നിറഞ്ഞ ഒരു വാർത്ത തന്നെയാണ്. കാരണം ഒരേ ഒരു മകളാണ് ആ അമ്മയ്ക്കുള്ളത്. ആ ഒരു മകളാണ് ഈ ഒരു അമ്മയോട് ഇത്തരത്തിലൊരു ക്രൂരത കാണിച്ചിരിക്കുന്നത്. ഈ സർജറി കഴിഞ്ഞ് നടക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമല്ലാതെ എനിക്കൊരു പ്രശ്നവും ഇല്ലായിരുന്നു. അതെനിക്ക് 4 മാസമായിട്ട് ട്രീറ്റ്മെന്റ് ഇല്ലായിരുന്നു. തരില്ല. കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്നതാണ്. ഇന്ന് വരെയും അവളെനിക്ക് ഒരു ഭക്ഷണവും തന്നിട്ടില്ല. അവളെ വീട്ടുടമസ്ഥരാണ് എനിക്ക് കട്ടൻ ചായയും കഞ്ഞിയും ചായയും ഒക്കെ അവരെനിക്ക് തരും. എനിക്ക് എത്രയും ദിവസം ഞാൻ കിടന്ന് കെഞ്ചിയിട്ട് പോലും എനിക്കൊരു ഇത് വാങ്ങിച്ചു തന്നിട്ടില്ല. ഇന്നാണ് എനിക്ക് ഒരു ചായ വാങ്ങി തന്നത്. മക്കള് ജനിക്കാനേ പാടില്ല. മക്കളില്ലെങ്കിൽ ഇല്ലെന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ. അപ്പൊ അവള് ഞാൻ പറഞ്ഞടി മൈസൂർ എന്നെ നോക്കാൻ ആരുമില്ല, ഭക്ഷണം കഴിക്കാതെയാണ് ഞാൻ ഇങ്ങനെ ആയിപ്പോയത്. അപ്പൊ പറഞ്ഞ് വീട്ടിൽ വന്നാലും എന്നെ കൊണ്ട് വെച്ച് തരാൻ പറ്റില്ല, തനിയെ വെച്ച് കഴിക്കാൻ പറ്റുമെങ്കിൽ ഞാൻ കൊണ്ടുവരാന്ന് പറഞ്ഞു. അതിൽ മാത്രം എന്റെ ഫോൾട്ട് ഉണ്ട്. ഞാൻ വെച്ച് കഴിക്കാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് വീടില്ല. അവളുടെ വീട് അവിടെയാ.
അതറിയില്ല. മൈസൂരിൽ നിന്ന് നിങ്ങളെ മോള് കൊണ്ടുവന്ന് കൊല്ലത്ത് ഇവിടെ ഡിസ്ട്രിക്ട് കൊണ്ടുവന്ന് ആക്കിട്ട് പോയതാണ്. ഇപ്പൊ ഇന്ന് ആശുപത്രിയില് അടുത്ത വീട്ടിലുള്ളവരും അവളെ ഹൗസ് ഓണറും ഒക്കെ പറഞ്ഞിട്ട് കൊണ്ടുവന്ന അന്ന് മുതൽ എനിക്ക് ഭക്ഷണം ഇല്ല. അവളെനിക്ക് ഭക്ഷണം വാങ്ങിച്ചു തരില്ല. ഈ മോള് ഇപ്പൊ താമസിക്കുന്ന കൊല്ലത്താണോ? കൊല്ലത്ത് എവിടെയാണെന്ന് മാത്രം എനിക്ക് അറിയില്ല. എന്റെ പേര് ഫുൾ പേര് കലാപ്രഭാകരൻ. എവിടാ വീട്? ഞാൻ ജനിച്ചതും പഠിച്ചതും വളർന്നതും എല്ലാം മൈസൂർ. എന്റെ അച്ഛന് ചന്ദനപ്പണിയായിരുന്നു. ചന്ദനത്തില് വലിയ വലിയ സരസ്വതി, ലക്ഷ്മി അതൊക്കെ ഉണ്ടാക്കണത്. എനിക്ക് താജില് ജോലി ഉണ്ടായിരുന്നു. ഇനിയും 16 വർഷം സർവീസ് ഉണ്ട് എനിക്ക്. ഞാന് 7 അപ്പ് കുടിച്ച് 5 വർഷം 7 അപ്പ് കുടിച്ചതില് എന്റെ സ്പൈനൽ കോഡ് താഴെ 2 മുഴ വന്നിട്ട് അതില് വേര് പോലെ കാലിലൊക്കെ ഇറങ്ങി. ആ സർജറി മൈസൂരിൽ വെച്ച് എല്ലാം കഴിഞ്ഞ് പ്രൈവറ്റ് ഹോസ്പിറ്റലില്. അപ്പോഴേ എന്റെ മോളൊന്നും ഇല്ലായിരുന്നു. എത്ര മക്കളുണ്ട്? എനിക്കാകെ ഒന്ന്. ഒരു മോളേ ഉള്ളോ? അതെ. അപ്പൊ അവിടെ വെച്ച് സർജറി എല്ലാം കഴിഞ്ഞ് 2 മാസമായപ്പോഴാണ് ഇവളെന്നെ കാണാൻ പറഞ്ഞത്. അതുവരെ എനിക്ക് ഒരു റിലേഷനും ഇല്ലായിരുന്നു. എന്റെ ഭർത്താവ് ഇവക്ക് ഒരു 12 വയസ്സുള്ളപ്പോ ഉപേക്ഷിച്ചു പോയി. മകള് അല്ലെങ്കിൽ എന്നെ നോക്കൂല. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച ഞാൻ തന്നെ അവളെ വിളിച്ച് അവള് വന്ന് എന്നെ കൊണ്ടുവന്ന്. അപ്പൊ എന്റെ അടുത്ത് പറഞ്ഞു വീട്ടിലെല്ലാ സാധനങ്ങളും കൊണ്ട് തനിയെല്ലാം വെച്ച് കഴിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരിയടി, അങ്ങനെ തന്നെ ആവട്ടെ. മൈസൂർ എന്നെ നോക്കാൻ ആരുമില്ല. അപ്പൊ ഇവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞ ശനിയാഴ്ച എന്നെ കൊണ്ടുവന്ന്. എനിക്ക് വാക്കറിൽ പോലും നടക്കാൻ പറ്റിയില്ല. 2 പേരും കൂടെ പിടിച്ചുകൊണ്ടുവന്ന് എന്നെ അവിടെ കിടത്തി. പിന്നീട് ഇവള് ഞായറാഴ്ച തിരിച്ചുപോയി. എന്നെ ഇപ്പൊ നോക്കൂല എന്നല്ല, എന്നെ ഉപേക്ഷിച്ചിട്ട് പോയി. ഞാൻ